ഈശോ മിശിഹ തന്റെ പീഡാനുഭവത്തിന് മുൻപ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ അവസാന ദിവസത്തിന്റെ ഓർമ്മയായാണ് 40-ാം വെള്ളി ആചരിക്കുന്നത്. മനുഷ്യരുടെ പാപപരിഹാരാർത്ഥം സ്വയം മരണത്തിന് വിട്ടുകൊടുക്കുന്ന യേശുവിനെ ധ്യാനിക്കുന്ന ദിവസമായും 40-ാം വെള്ളിയെ കണക്കാക്കാം. പേത്രത്തായ്ക്ക് പിറ്റേന്ന് ആരംഭിക്കുന്ന നോമ്പ് 40 ദിവസം പിന്നിടുന്ന ആചരണം കൂടിയാണ് 40-ാം വെള്ളി. പൈശാചിക ശക്തിയുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഉപവാസത്താലും പ്രാർത്ഥനയാലും ലഭിക്കുമെന്ന് മരുഭൂമിയിലെ പരീക്ഷയെ അതിജീവിച്ചതിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തരുന്നു. തിന്മയുടെ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ വീണ്ടും ദേവദൂതന്മാർ അരികിലെത്തുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:11 പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ലെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9:29 പറയുന്നു. 50 നോമ്പ് കത്തോലിക്കരെ സംബന്ധിച്ച് അതിപ്രധാനമായ നാളുകളാണ്. കർത്താവ് ഈശോ മിശിഹായുടെ മരുഭൂമിയിലെ പ്രലോഭനത്തെ ഓർമ്മിച്ചുകൊണ്ട് അവിടുന്ന് എങ്ങനെ പാപത്തെ പരാജയപ്പെടുത്തിയോ അതുപോലെ മനുഷ്യജീവിതത്തിൽ നിന്ന് തിന്മയെ പരാജയപ്പെടുത്താനുള്ള വിശ്വാസികളുടെ വലിയൊരു ശ്രമമാണ് ഈ നോമ്പുകാലം. അത് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും എല്ലാം വഴി ആത്മവിശുദ്ധി പ്രാപിക്കാനായിട്ട് വിശ്വാസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് 40-ാം വെള്ളി ആചരണം. 40-ാം വെള്ളിയും ദുഃഖവെള്ളിയും അരുവിത്തറ വല്ലിച്ചൻ മലയിലേക്ക് 10,000-കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം കുരിശൻ്റെ വഴി പ്രാർത്ഥിച്ച് മലമുകളിലെത്തുന്നു. അവിടെ വിശുദ്ധ കുർബാനയും മറ്റ് കർമ്മങ്ങളും ഉണ്ട്. എല്ലാ ദിവസവും ഇത് നടത്തപ്പെടുകയാണ്. ഈ നോമ്പുകാലം നമുക്ക് അനുഗ്രഹത്തിൻ്റെ കാലമാകട്ടെ. നിങ്ങളെല്ലാവരെയും വെല്ലിച്ചം മലയിലേക്ക് ക്ഷണിക്കുന്നു, അരുവിത്തറ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. പാലാ രൂപതയിലെ ഏറ്റവും പഴക്കമേറിയ ദേവാലയങ്ങളിലൊന്നാണ് അരുവിത്തറ സെന്റ് ജോർജ് ഫൊറോന പള്ളി. 40-ാം വെള്ളി ദിനാചരണത്തിന്റെ ഭാഗമായി അരുവിത്തറ പള്ളിയുടെ കീഴിലുള്ള വെല്ലിച്ചൻ മലയിലേക്ക് തീർത്ഥാടകർ കുരിശിന്റെ വഴി ചൊല്ലി മല കയറി. നാൽപ്പതാം ആചരണം തികച്ചും നമ്മുടെ സഭയിൽ തികച്ചും മലകളുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിൽ ഈ കാലഘട്ടത്തിൽ പ്രചാരം നേടിയ ഒരു കാര്യമാണ്. ഗാഗുൽത്ത മലയിൽ 3 ആളുകളിൽ മേൽ കുരിശിൽ തൂക്കപ്പെട്ട
ഈശോ മിശിഹായുടെ വേദനാജനകമായ ഗാഗുൽത്ത മലയേറ്റത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മം നടത്തിയതെന്നത് ശരിയാണ്. 40കൾക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകത നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പ്രത്യേകിച്ച് നാളെ മുതൽ നമ്മൾ വളരെ തീവ്രമായി വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ നാന്ദി കുറിക്കുന്നതിനും കാരണമായി തീരുകയാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനുവേദികൾ പാടിയിടും. Yeah.